പ്രിയപ്പെട്ടവരെ, ഇത് റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന ഭാഗത്തിൻ്റെ ക്ലാസ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക റിഡക്ഷൻ യൂസിങ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആൻഡ് സോഡിയം ബോറോഹൈഡ്രൈഡ് യൂസിങ് ഹൈഡ്രജൻ, നിക്കൽ, പ്ലാറ്റിനം ആൻഡ് പലേഡിയം. മൂന്നാമത്തത് MPV റിഡക്ഷൻ, ദാറ്റ് ഇസ് മെർവിൻ പോൺ വെർലിൻ റിഡക്ഷൻ. നാലാമത്തത് ക്ലെമൻസൺ റിഡക്ഷൻ. അഞ്ചാമത്തത് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എഴുതുക നമ്പർ 1 യൂസിങ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആൻഡ് NaBH4. അത് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സെന്റൻസ് അവിടെ എഴുതി വെക്കുക. എന്താണ് സെന്റൻസ് നോക്കണേ. When aldehydes and ketones are reduced with LiAlH4 or NaBH4, primary alcohol and secondary alcohols are formed respectively. എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് നിന്ന് പ്രൈമറി ആൽക്കഹോൾ, കീറ്റോൺസ് സെക്കൻഡറി ആൽക്കഹോൾസും ഫോം ചെയ്യും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾസ് അവിടെ എഴുതി വെക്കാം. CH3, CH2, C double bond OH. This is an aldehyde. ആരോടെ മേലെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡും NaBH4 ആണുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റിഡക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. തന്നിരിക്കുന്ന മോളിക്യൂളിൽ ഡബിൾ ബോണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡബിൾ ബോണ്ടിൽ നിങ്ങൾക്ക് അഡിഷൻ ഓഫ് ഹൈഡ്രജനും ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. ഒരു കാര്യം ചെയ്താൽ മതി. റിഡക്ഷൻ ഈസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലേ. ഒരു ഹൈഡ്രജൻ ഇവിടെയും കൊടുക്കുക, ഒരു ഹൈഡ്രജൻ ഇവിടെയും കൊടുക്കുക. കാരണം ഡബിൾ ബോണ്ട് ആണല്ലോ. ഡബിൾ ബോണ്ട് രണ്ട് സൈഡിൽ നിങ്ങൾ ഹൈഡ്രജനെ ചേർക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ആൻസർ എത്രയേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് CH3, CH2. നൗ ഇവിടെ ഒരു കാര്യം ചെയ്യണേ. ഇവിടെ ഓൾറെഡി ഒരു CH ഉണ്ട്. ഒരു H എക്സ്ട്രാ വരുമ്പം എന്തായിട്ട് മാറും? CH2 ആയിട്ട് മാറി. റെഡി? ദെൻ ഇതിന്റെ മേലെ OH ഉണ്ടാവും. ദാറ്റ് ഈസ് OH. ദിസ് ഇസ് എൻ ആൽക്കഹോൾ, ദിസ് ഇസ് എ പ്രൈമറി ആൽക്കഹോൾ ആണ്. ഇനി ഇതൊരു കീറ്റോൺസ് ആണ്. അതിന്റെ മേലെ നമ്മൾ റിഡക്ഷൻ നടത്തണം. റിഡക്ഷൻ ഈസ് അഗെയിൻ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഡബിൾ ബോണ്ട് O ആണുള്ളത് അല്ലേ. ഒരു കാര്യം ചെയ്യാം, ഒരു H ഇവിടെയും ചേർക്കാം, ഒരു H ഇവിടെയും ചേർക്കാം. കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ആൻസർ ആണ് ദാറ്റ് ഈസ് CH3, CH, it is OH, then CH3. This is a എന്ത് ആൽക്കഹോളാ? സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, LiAlH4ഉം അതേപോലെ തന്നെ NaBH4ഉം ഉണ്ടെങ്കിൽ പോലും LiAlH4 is more stronger than NaBH4. നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തൊരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, both do not reduce olefinic double bonds എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുകളെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡോ NaBH4 സാധാരണഗതിയിൽ എഫക്റ്റ് ചെയ്യാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CH3, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CHO. ഇവിടെ CHO ഗ്രൂപ്പാണുള്ളത്. അതിനെ റെഡ്യൂസ് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ട് ആൽക്കഹോൾ ആക്കി മാറ്റണം. അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്. ആ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെ ഇവന്മാർ എഫക്ട് ചെയ്യൂല. Therefore, you will get the answer as CH3, CH double bond, CH single bond, but this will be reduced to CH2OH. That means a primary alcohol ആയിട്ട് മാറും. എല്ലായ്പ്പോഴും അത് ശരിയാവില്ലേ? നമുക്ക് തന്നിരിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, ദാറ്റ് ഇസ് വെരി സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. മാത്രമല്ല ബീറ്റ പൊസിഷനിൽ ഒരു ഫിനൈൽ ഗ്രൂപ്പും വരികയാണെങ്കിൽ ആ സമയത്ത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെയും കൂടി അവ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് double bond is also reduced if a phenyl group is present at the beta positions. The example ആയിട്ട് ഇവിടെ എഴുതിയേക്ക് നിങ്ങൾ. This is it is very important carbon atom CHO. ആ മോളിക്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാർബൺ ആറ്റം CHO അടങ്ങിയിരിക്കുന്ന കാർബൺ ആറ്റം. അതിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ we call it as alpha carbon എന്നാ പറയാ. This is we call it as beta carbon. നിങ്ങൾക്കറിയാം ഈ ബീറ്റ കാർബണിന്റെ മേലെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ബെൻസിൻ റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചുകൊണ്ട് റിഡക്ഷൻ നടത്തുകയാണെങ്കിൽ what is the answer you will get? That is, you will get the answer as ബെൻസിൻ റിംഗ് അവിടെ തന്നെ ഉണ്ടാവും, അതിന് മാറ്റം ഉണ്ടാവില്ല. ഇതെന്തായിട്ട് മാറുന്നു വെച്ചാൽ CH2, next CH2, then it is changes to CHO ആയിട്ട് മാറും. CH2OH ആയിട്ട് മാറും. അപ്പം ഇതിനെ ആൽക്കഹോളും ആക്കി മാറ്റി ഈ ഡബിൾ ബോണ്ടിനെ CH2 ആക്കി
മാറ്റവും കൂടി അവിടെ ചെയ്തിട്ടുണ്ട്. ഈ കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, എപ്പോഴും റിഡക്ഷൻ നടത്തുമ്പോൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റിന്റെ കൂടെ അല്ലെ സോഡിയം ബോറോഹൈഡ്രേറ്റിന്റെ കൂടെ എന്തും കൂടി വേണമെന്നറിയോ, വാട്ടറും കൂടി ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ റിഡക്ഷൻ നടത്തുള്ളൂ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തരും ഇങ്ങനെ, ദാറ്റ് ഈസ് CH3 C ഡബിൾ ബോണ്ട് O CH3 ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഉണ്ട്, വാട്ടറിന് പകരം D2O തരിക. D2O മീൻസ് ഹെവി വാട്ടർ, H2O ഒക്കെ പകരം D2O തരിക. അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ തരികയാണ്, ദാറ്റ് ഈസ് ഇത് തന്നെ റിയേജന്റ് LiAlD4, ദാറ്റ് ഈസ് ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയം മാറ്റം അടങ്ങിയിരിക്കുന്ന ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് തരികയാണ്. സെക്കൻഡ് പൊസിഷനിൽ വാട്ടർ തരിക. വാട്ട് വിൽ ബി ദി പ്രൊഡക്റ്റ്? ഇവിടുത്തെ പ്രൊഡക്റ്റും സെയിം ആയിരിക്കോ ഡിഫറെന്റ് ആയിരിക്കോ? അത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു മെക്കാനിസം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് ആദ്യം ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ NaBH4. അത് നിങ്ങളുടെ കാര്യം മനസ്സിലായ എങ്ങനെയാണ് ഇത് എക്സിസ്റ്റ് എന്ന് നോക്കാം. ഇവിടെ ലിഥിയത്തിന്റെ ചാർജ് +1 ആണേ, അലൂമിനിയത്തിന്റെ ചാർജ് 3+ ആണ്. അങ്ങനെയാകുമ്പോൾ +1 + +3 വിൽ ഗെറ്റ് +4. അങ്ങനെയാകുമ്പോൾ ഹൈഡ്രജൻ, അതിന്റെ പേര് ഹൈഡ്രേറ്റ് എന്ന പേര്. ഹൈഡ്രേറ്റ് ഈസ് നത്തിങ് ബട്ട് H-ന് മൈനസ് ചാർജ് വരുമ്പോഴാണ് ഹൈഡ്രേറ്റ് എന്ന് പറയാം. Therefore it have minus charge, that is 4 minus charge ഉണ്ട്. +1 +3 കൂട്ടിയാൽ +4, അപ്പോൾ 4 minus charge is balanced. NaBH4 Na+ഉം B3+ഉം H-, അങ്ങനെയാണ് നിൽക്കുക. I means 4H- ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇതൊരു ആൽഡിഹൈഡ് ആയിക്കോട്ടെ, ആൽഡിഹൈഡോ കീറ്റോണോ വാട്ടർ ഇറ്റ് മേ ബി, ആഡ് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു H- ചാർജ് ഇല്ലേ, ഈ H- ചാർജ് ഈ കാർബണിന്റെ മേലെ ആഡ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പൊ നമ്മളെടുത്ത് എത്ര H- ഉള്ളത്? 4 H- ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇങ്ങനത്തെ 4 മോളിക്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ 4 H- ചേർക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 4 വരച്ചിരിക്കുന്നത്. Therefore you will get that is CH3, C, it is H, it is again H. കാരണം കാർബണിന് എന്ത് ചാർജാ? ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് നെഗറ്റീവ് ചാർജ് ആവും, ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് ആവും. ആ കാർബണിലേക്കാണ് ഈ H- ആഡ് ചെയ്തിരിക്കുന്നത്. തൽഫലമായിട്ട് CH നെക്സ്റ്റ് O- ആയിട്ട് മാറും. ഇങ്ങനത്തെ എത്ര മോളിക്യൂൾസ് ഉള്ളത്? 4 മോളിക്യൂൾസ് ഉണ്ട്. ഇങ്ങനത്തെ 4 മോളിക്യൂൾസ് ഉണ്ട്. റെഡി? അങ്ങനെ ആകുമ്പോൾ ഈ O-നെ അപ്പം ഇങ്ങനത്തെ 4 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ 4 നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ ആര് വരും എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് LiAl എന്ന് പറയുന്ന ഈ സ്പീഷീസ് വരും. ബിക്കോസ് ഇറ്റ് ഹാവ് +1 ചാർജ് ആൻഡ് +3 ചാർജ്, ഇറ്റ് ടോട്ടൽ +4 ചാർജ്. 4- ഉണ്ട്. ആ 4- ഇയാൾ ബാലൻസ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജിൽ വാട്ട് വിൽ ഹാപ്പൻസ് ദാറ്റ് നിങ്ങൾ എന്ത് ചേർക്കുന്നു? വെള്ളം ചേർക്കുന്നു. നമ്മൾ സാധാരണ ഗ്രിഗ്നാർഡ് റിയേജന്റിൽ ഈ കാര്യം പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് OMgBr ആയിട്ട് മാറും അല്ലെ, OMgBr. അതുപോലെ അതുപോലെ OLiAl ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത് നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് പൊട്ടിയിട്ട് what you get is that CH3, now C, ഇവിടെ H, ഇവിടെ H, ഇവിടെ എത്ര OH ആയിട്ട് മാറും. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. ഇത് പൊട്ടിയിട്ട് 4 CH3 OH ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്ത് നോക്കണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റും ചേർത്തു, വെള്ളവും ചേർത്തു. ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റിൽ H ഉണ്ട്. ദാറ്റ് H ഗോസ് ടു ദിസ് കാർബൺ ആറ്റം. റെഡി? നെക്സ്റ്റ് നിങ്ങൾ വീണ്ടും വെള്ളം ചേർത്തു. വെള്ളം ചേർക്കുമ്പോഴും ആ വെള്ളത്തിലും H ഉണ്ട്. ദാറ്റ് H ഗോസ് ടു ദിസ് ഓക്സിജൻ ആറ്റം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് LiAlD4 തരിക. നെക്സ്റ്റ് സ്റ്റേജിൽ D2 ആണ് തരുന്നത് എങ്കിൽ വാട്ട് ഇസ് ദ ആൻസർ? ആദ്യം LiAlD4 ഉണ്ട്. D ഗോസ് ടു ദിസ് കാർബൺ ആറ്റം. Therefore it is changes to D ആയിട്ട് മാറും. മനസ്സിലാക്കി വെക്കണേ. അതേപോലെ തന്നെ വാട്ടറിലുള്ള D2ലുള്ള D ആണ് ഇവിടത്തേക്ക് പോകേണ്ടത്. Therefore it is changes to, ഇത് D ആയി മാറി, ഇതും എന്തായിട്ട് മാറി? D ആയിട്ട് മാറി. ഇനി അങ്ങനെയാണെങ്കിൽ LiAlH4ഉം D2 തന്നെ ഇരിക്കുക. അങ്ങനെയാകുമ്പോൾ H ഇവിടെ പോട്ടെ, പക്ഷേ ഇത് OD ആയിട്ട് മാറും. അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പോസിബിൾ ആണ്. ഇഫ് യു നോ വാട്ട് ഈസ് ആക്ച്വലി ദി മെക്കാനിസം, ജസ്റ്റ് ഈ മെക്കാനിസം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, റൈറ്റ്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴത്തെ ഈ കാര്യം തറവായിട്ട് മാറും. CH3 C ഡബിൾ ബോണ്ട് O CH2 CH3. നമ്പർ 1 ഒന്നാമത്തത് LiAlH4ഉം D2 ആണ് ചേർത്തിരിക്കുന്നത്. അടുത്തതിൽ LiAlD4ഉം H2 ആണ് ചേർത്തിരിക്കുന്നത്. അടുത്തത് LiAlD4ഉം
D2O ആണ് ചേർത്തിട്ടുള്ളത്. NaBH4 ഉം H2O യും ചേർക്കുക. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ ആൻസറും ചെയ്യുക. ദിസ് ഇസ് ടേക്കൺ ആസ് A, it is B, it is C, it is D. You will get different ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കണ്ടുപിടിക്കുക. അല്ല, ആൻസേഴ്സ് ആണ് കിട്ടുക, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, രണ്ടാമത്തെ മെറ്റാലിക് റിഡക്ഷൻ ആണ്. ഇതാണ് എഴുതിയേക്കണ്ട് നിങ്ങൾ. വെൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഈസ് റെഡ്യൂസ്ഡ് വിത്ത് H2 bar, Ni, PT or palladium, whatever it may be, primary alcohol and secondary alcohol is formed respectively. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കാം. CH3, CH2, C ഡബിൾ ബോണ്ട് ഓ H2 bar Ni ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻസർ CH3, CH2, now CH2OH ഇത് കിട്ടും. ഇത് റിയാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് CH3, നേരത്തെ പറഞ്ഞ പോലെ തന്നെ CHOH, now CH3. It is we call it as secondary alcohol നമുക്ക് ലഭിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഇറ്റ് റെഡ്യൂസസ് C ഡബിൾ ബോണ്ട് C or C ട്രിപ്പിൾ ബോണ്ട് C in the chain. നേരത്തെ പറഞ്ഞ LiLH4 NaBH4 വ്യത്യസ്തമായിട്ട് ഇവന്മാർ ചെയിനിലെങ്ങാനും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അതിനെയും കൂടി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ H2 bar Ni, ദാറ്റ് ഇസ് ഈ കോമ്പൗണ്ട് H2 bar Ni, വാട്ട് ഈസ് ദി ആൻസർ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊരു കീറ്റോൺ ആണ്. കീറ്റോൺ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി ആൽക്കഹോൾ വേണം. അപ്പം ഹൈഡ്രജൻ ഒന്ന് ഇവിടെ ചേർക്കണം, ഇവിടെ ചേർക്കണം. മാത്രമല്ല ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ആ ഡബിൾ ബോണ്ടിന്റെ മേലെയും Hഉം ചേർക്കേണ്ടി വരും. Therefore, corresponding ആയിട്ടുള്ള ആൻസർ യു വിൽ ഗെറ്റ്, ദാറ്റ് ഈസ്, അതായത് ഇത്രയും ഒരു കാർബൺ കൂടെ അവിടെ ഉണ്ട്, അത് കിട്ടി. ഇറ്റ് വിൽ ബി ചേഞ്ചസ് ടു OH, then there will be no double bonds. corresponding ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, എങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഇതൊരു കോമ്പൗണ്ട് ആണേ, that is benzoquinone എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട്, that is H2 bar Na ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ what is the product, that is taken as A കണ്ടുപിടിക്കുക. then LiLH4 and 2H2O, വെള്ളമാണ് LiLH4 ആണ് 2H2 ആണ്. what is the product, that is B. how to find out? LiLD4H2O, that is C. LiLD4 and D2O, that is D. ഈ പറഞ്ഞിരിക്കുന്ന എയും ബിയും സിയും ഡിയും നിങ്ങൾ കണ്ടുപിടിക്കുക. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ കണക്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ റിഡക്ഷൻ ആണ്, ദാറ്റ് ഈസ് മെർവിൻ പോണ്ട് ഓഫ് വേർലി റിഡക്ഷൻ, ഓൾസോ നോൺ ആസ് MPV റിഡക്ഷൻ, ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് അറിയപ്പെടുന്നു. എന്താണ് റിഡക്ഷൻ പറയുന്ന കാര്യം? ഇതുവരെ പറഞ്ഞ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡിന്റെ അതേ ആൻസർ അതിനെ കിട്ടുക. ദാറ്റ് മീൻസ് വെൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഈസ് റെഡ്യൂസ്ഡ് വിത്ത് അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ്, അവിടുത്തെ റിയേജന്റിന് മാത്രം മാറ്റമുണ്ട്. എന്താണ് ഈ അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ് എന്ന് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് വെച്ചാൽ ഇതാണ് കോമ്പൗണ്ട് CH3, then next C, it is CH3, it is OH, it is we call it as എന്തോന്നാ പറയാ, we call it as ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്നാ പറയാം. അതിലുള്ള എച്ചിനെ മാറ്റുക ഓട്ടോമാറ്റിക്കലി ഇതിന്റെ മേലെ മൈനസ് ചാർജ് വരും. എന്നിട്ട് അവിടെ ഒരു അലൂമിനിയം ആയിട്ട് തന്നെ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം അലൂമിനിയത്തിന്റെ ചാർജ് 3+ ചാർജ് ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ 3 നെഗറ്റീവ് ചാർജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഇസ് CH3, C, CH3O, അങ്ങനത്തെ 3 എണ്ണം, ദാറ്റ് ഈസ് അങ്ങനത്തെ 3 എണ്ണം, then അലൂമിനിയം. ദിസ് ഇസ് വി കോൾ ഇറ്റ് ആസ് അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് എക്സസ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എക്സസ് ആയിട്ട് അവിടെ ഉണ്ടാവുകയും ചെയ്യണം. then corresponding alcohol is formed. എന്താ corresponding alcohol? നേരത്തെ പറഞ്ഞു, that is aldehyde ആണെങ്കിൽ primary alcohol, ketones ആണെങ്കിൽ secondary alcohol ഫോം ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഈ കേസിൽ യു ആർ ഗിവൺ എ ketones ആണ് അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ CH3, now C, it is changes to OH, now CH3. ഈ കോമ്പൗണ്ട് കിട്ടും. പ്ലസ് തീർന്നിക്കില്ലേ, ഈ കോമ്പൗണ്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് it will be converted into CH3, now C double bond O CH3 ഇങ്ങനെയായിട്ട് മാറും. That means this will be converted into a ketone and this will be converted into an alcohol. This undergo reduction, this undergo oxidation ആണ്. അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽ റിയാക്ഷനുകൾ നോക്ക്, ഇറ്റ് ഈസ് എന്ത് റിയാക്ഷനാ? റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതായത് ഈ കോമ്പൗണ്ടുകൾ റിയാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്ന ആ റിയാക്ഷന് അതിൻ്റെ പേരുണ്ട്, വി കോൾ ഇറ്റ് ആസ് ഓപ്പനോർ ഓക്സിഡേഷൻ ആണ് നമ്മൾ പറയാം. ഓപ്പനോർ ഓക്സിഡേഷൻ എന്നാ പറയാം. അപ്പം ഈ MPV റിഡക്ഷന്റെ റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ, തിരിച്ചുള്ള റിയാക്ഷൻ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ഓപ്പനോർ ഓക്സിഡേഷൻ. അതുകൊണ്ട് തന്നെ ഹിയർ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റിയാക്ഷൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ഈ റിയാക്ഷൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ പ്രകാരം ഉണ്ടായിരിക്കുന്ന കീറ്റോൺസിനെ ഇവിടുന്ന് എടുത്തു മാറ്റുകയാണെങ്കിൽ, അതായത് പ്രൊഡക്റ്റ് എടുത്ത് മാറ്റുകയാണെങ്കിൽ, ദി ഇക്വിലിബ്രിയം വിൽ ബി ഷിഫ്റ്റഡ് ടു ദി റൈറ്റ് ഡയറക്ഷൻ. യു വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ സെക്കൻഡറി ആൽക്കഹോൾസ് ലഭിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആൻഡ് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ CC ബോണ്ട് ഡബിൾ ബോണ്ടിനെയോ CC ട്രിപ്പിൾ ബോണ്ടിനെയോ ഈ പറഞ്ഞ MPB റിഡക്ഷൻ നടത്തുമ്പോൾ ദർ വിൽ ബി നോ ചേഞ്ചസ്. ഓർത്ത് വെക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, CHO MPB. റിയേജൻ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. ഐസോപ്രോപ്പേ അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡും എക്സസ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളുമാണ്. ദാറ്റ് ഈസ് ഈ കോമ്പൗണ്ട് MPB റിഡക്ഷൻ നടത്തുക. ഈ കോമ്പൗണ്ടിൻ്റെ ആൻസറും കണ്ടുപിടിക്കുക. ഈ കോമ്പൗണ്ടിൻ്റെ ആൻസറും MPB റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. നാലാമത്തതാണ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. വാട്ട് ഈസ് ക്ലെമൻസൺ റിഡക്ഷൻ സെയിങ്? നിങ്ങൾ ആദ്യം ഈ സെന്റൻസ് അവിടെ എഴുതി വെക്കുക. When aldehyde or ketone, aldehyde or ketone is reduced with zinc amalgam Zn bar Hg and HCl, C double bond O group will be reduced to CH2 group. എവിടെയാണോ C double bond O കാണുന്നത് അത് CH2 ആയിട്ട് മാറും. അതാണ് ക്ലെമൻസൺ റിഡക്ഷൻ പറയുന്ന കാര്യം. എല്ലാ C double bond O ഗ്രൂപ്പും ഇല്ലേ, കാർബോക്സിലിക് ആസിഡിൽ C double bond O ഉണ്ട്, അതേപോലെ തന്നെ അമൈഡിലുണ്ട്, ആസിഡ് ക്ലോറൈഡിലുണ്ട്. അവിടെയൊന്നും നടക്കുകയല്ല. ആൽഡിഹൈഡിലോ കീറ്റോണിലോ ഉള്ള C double bond O ഗ്രൂപ്പ് മാത്രം റെഡ്യൂസ് ചെയ്തിട്ട് CH2 ആയിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? യു നോ, CH3 C double bond O CH3, സിങ്ക് അമാൽഗം ആൻഡ് HCl. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എവിടെയാണോ CO ഗ്രൂപ്പ് കാണുന്നത്, ഹിയർ ദർ ഇസ് എ CO ഗ്രൂപ്പ്, ആ CO ഗ്രൂപ്പിന് പകരം CH2 ഗ്രൂപ്പ് ഫിറ്റ് ചെയ്താൽ മതി. Therefore the answer here it is, ഓൾറെഡി ഒരു CH3 അവിടെ ഉണ്ട്. ഈ CO ഗ്രൂപ്പിന് പകരം CH2 ഗ്രൂപ്പ്, now CH3. ദിസ് ഇസ് ദി ആൻസർ. Now ഈ കോമ്പൗണ്ട് ആയിക്കോട്ടെ, ദിസ് ഇസ് ആൽഡിഹൈഡ് ആണ് അല്ലേ. ഈ ആൽഡിഹൈഡിലും നിങ്ങൾക്ക് അറിയാം there is a CO group is there, CHO group is nothing but C double bond O H ആണ്. അവിടുത്തെ CO ഗ്രൂപ്പ് CH2 ആയിട്ട് മാറുക. വാട്ട് ഇസ് ആൻസർ? യു വിൽ ഗെറ്റ് ദാറ്റ് ഇസ് CH3 കൊടുത്തു. Now ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു CO ഗ്രൂപ്പ് ഉണ്ട്, ഒരു H ഉണ്ട്. CO ഗ്രൂപ്പ് CH2 ആയിട്ട് മാറും. ഒരു H വേറെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ഇറ്റ് വിൽ ബി എന്തായിരിക്കും? CH3 ഗ്രൂപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. യു വിൽ ഗെറ്റ് എൻ ആൽക്കെയിൻസ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആൽക്കെയിൻസുകളാണ് കിട്ടുക. പക്ഷെ എല്ലാ സമയത്തും ആൽക്കെയിൻസ് ആവണമെന്നില്ല. കാരണം തന്നിരിക്കുന്ന കാർബോക്സിലിക് ആസിഡോ ഒരു ഫിനോളിക് കോമ്പൗണ്ട് ആയിട്ടുള്ള കീറ്റോ ഗ്രൂപ്പ് അടങ്ങിയ ഫിനോളിക് കോമ്പൗണ്ട് ഒക്കെ ആണെങ്കിൽ എല്ലായ്പ്പോഴും ആൽക്കെയിൻ അല്ല. നിങ്ങൾ ഇത്ര മാത്രമേ പഠിക്കേണ്ടുള്ളൂ, CO ഗ്രൂപ്പ് CH2 ആക്കി മാറ്റണം. ഓക്കെ. Usually that is C double bond C or C triple bond C is not affected സാധാരണ കേസിൽ. But alpha beta unsaturated ketones undergo reduction both at olefinic double bonds. അതായത് സാധാരണ കേസിൽ C double bond C നെ എഫക്റ്റ് ചെയ്യില്ലെങ്കിലും തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അവിടുത്തെ C double bond സീനെയും എഫക്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ബീറ്റ പൊസിഷനിൽ ഫിനൈൽ വന്നപ്പോൾ അതിന് ഡബിൾ ബോണ്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ ഇവിടെ ആൽഫ ബീറ്റ പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് ആൽഫ ബീറ്റ കണ്ടുപിടിക്കുക? യുനോ ഹിയർ ഇറ്റ് ഈസ് C double bond O. ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാർബൺ ആറ്റം. ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാർബൺ ആറ്റത്തിന്റെ മേലെ ഘടിപ്പിച്ചിരിക്കുന്ന കാർബണിന്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് ആൽഫ കാർബൺ. അതിന്റെ നെക്സ്റ്റ് പൊസിഷൻ പറയാം വി കോൾ ഇറ്റ് ആസ് ബീറ്റ കാർബൺ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ. ഏത് പൊസിഷനാണ് ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കുന്നത്? ആൽഫ പൊസിഷന്റെയും ബീറ്റ പൊസിഷന്റെയും ഇടയിലാണ്. Therefore that is we call it as alpha beta ketones ആണ് പറയാം. അത് സിങ്ക് അമാൽഗം ആൻഡ് HCl ആണെങ്കിൽ. അതേസമയം ഈ ഡബിൾ ബോണ്ട് എങ്ങാനും ഇവിടെ ഉള്ളതെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി അഫക്റ്റഡ്. മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആണെങ്കിൽ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് CH3, now CH2, now CH2, next this is CH2. ഇത് ചേഞ്ച് ചെയ്യും അല്ലേ. CO ഗ്രൂപ്പ് CH2 ആയിട്ട് മാറി. Now CH3 ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് കിട്ടുക. ദാറ്റ് മീൻസ് 1 2 3 4 5. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് നോർമൽ പെൻഡൈൻ ആയിരിക്കും ഇവിടുത്തെ ആൻസർ ഉണ്ടാവുക. അതേസമയം ഡബിൾ ബോണ്ട് ഇവിടെയാണെങ്കിൽ തൊട്ട് കളിക്കരുത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ദ മോളിക്യൂൾ ഇസ് ദ സിങ്ക് അമാൽഗം ആൻഡ് HCl. വാട്ട് ഇസ് ദ പ്രൊഡക്റ്റ്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് ആൻസർ. സ്വന്തമായിട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ദാറ്റ് ഇസ് സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. OH ഗ്രൂപ്പ് ഉണ്ട്, CHO ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്ക് മറ്റൊരു ഗ്രൂപ്പിന് തൊട്ട് കളിക്കരുത്, CO ഗ്രൂപ്പിനെ മാത്രമേ തൊട്ട് കളിക്കാൻ പാടുള്ളൂ. അത് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ബാർ Hg ആൻഡ് HCl. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു പോയിന്റ് പറഞ്ഞതായിരുന്നു. ദാറ്റ് ഈസ്
ആൽഫ ബീറ്റ പൊസിഷനിൽ ഡബിൾ ബോണ്ട് വന്നാൽ മാത്രമേ ആ ഡബിൾ ബോണ്ടുകളെ എഫക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ബെൻസീൻ റിങ്ങിന്റെ മേലത്തെ ഡബിൾ ബോണ്ടിനൊന്നും തൊട്ട് കളിക്കരുത്. ആൽഫ ബീറ്റ പൊസിഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ പൊസിഷനിൽ മാത്രമാണ് എഫക്റ്റ് ചെയ്യുള്ളൂ, വേറെ ഒരു പൊസിഷനിലും എഫക്റ്റ് ചെയ്യൂല ഡബിൾ ബോണ്ടുകളെ. ഓക്കെ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ ഓർത്തുകൊണ്ടൊരു പോയിന്റ് എന്താണെന്ന് അറിയാം. ദിസ് റിയാക്ഷൻ ഈസ് ആസിഡ് സെൻസിറ്റീവ് ആണ്. എന്താണ് ആസിഡ് സെൻസിറ്റീവ് മീൻസ്? ഇവിടുത്തെ റിയേജന്റ് സിങ്ക് അമാൽഗവും അതേപോലെ തന്നെ HCl ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന മോളിക്യൂളിൽ OH ഗ്രൂപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് അത് ഡിഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് ആൽക്കീൻസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം ആസിഡിന്റെ പ്രത്യേകത വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ആസിഡ്. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഡിഹൈഡ്രേഷൻ. ആ കാര്യം മനസ്സിലാക്കി വെക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്ന മോളിക്യൂൾസ് ഇതായിക്കോട്ടെ, ദാറ്റ് ഈസ് C ഡബിൾ ബോണ്ടോ OH ഗ്രൂപ്പ് സിങ്ക് അമാൽഗം ആൻഡ് HCl എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ദാറ്റ്, എന്ത് ചെയ്യണം, ഇവിടെ ആദ്യം ഇത് CH2 ആയിട്ട് മാറി. CH2 ആയിട്ട് മാറുമ്പോൾ സൈക്ലോഹെക്സേൻ ആയിട്ട് മാറി. നീ നോക്കണേ, തന്നിരിക്കുന്ന മോളിക്യൂളിൽ OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൽ നിന്നൊരു വാട്ടർ എലിമിനേറ്റ് ചെയ്യണം. വാട്ടർ എലിമിനേറ്റ് ചെയ്യാനുള്ള വഴി ദാറ്റ് ഈസ് ഹൈഡ്രജൻ ഇവിടുന്നോ അല്ലെങ്കിൽ ഇവിടുന്നോ റിമൂവ് ചെയ്യണം. ബിറ്റ് എലിമിനേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ഹൈഡ്രജൻ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. ദർ ആർ 2 പോസിബിലിറ്റീസ്. അങ്ങനെയാ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തെങ്കിൽ യു വിൽ ഗെറ്റ് ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടാവും, ദാറ്റ് ഇസ് യു വിൽ ഗെറ്റ് സൈക്ലോപെൻറ്റീൻ കിട്ടും. അതേപോലെ തന്നെ ഇവിടുന്ന് ആ ഡബിൾ റിമൂവ് ചെയ്യുന്നെങ്കിൽ യു വിൽ ഗെറ്റ് എഗെയിൻ ആൻസർ ഇങ്ങനെ തന്നെ കിട്ടുക. ഈ 2 മോളിക്യൂൾ സെയിമാ, ദർ വിൽ ബി നോ പ്രോബ്ലം. പക്ഷേ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ദർ ആർ പോസിബിലിറ്റി ഓഫ് 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കാം, ഇന്ന് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഇതാണ് ഇരിക്കുക. ദാറ്റ് ഈസ് ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ CO ഗ്രൂപ്പ് ഉണ്ട്, CH3 ഗ്രൂപ്പ് ഉള്ളതെന്ന് ഇരിക്കാം. അങ്ങനെ ആകുമ്പോൾ സിങ്ക് അമാൽഗം ആൻഡ് HCl ആണ്. HCl അവിടെ ഡബിൾ ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഡിഹൈഡ്രേഷൻ്റെ ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഇത് CH2 ആയിട്ട് മാറുകയും ചെയ്യും. യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ്, അപ്പോൾ ആൻസർ വരക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാം, ദിസ് വിൽ ബി ചേഞ്ചസ് ടു CH2 CH3. Now hydrogen have to be removed from, OH is from here, hydrogen either may be here or may be here. So 2 possibilities. That is, sorry, ഇവിടുന്നാണ് H പോകുന്നതെങ്കിൽ ഡബിൾ ബോണ്ട് വിൽ ബി ഹിയർ. റെഡി? അതല്ല, നമ്മൾ ഡബിൾ ആ H ഇവിടുന്നാണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് CH2 CH3. 2 കോമ്പൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ കോമ്പൗണ്ട് സെയിം അല്ല അല്ലേ? കാരണം ഇത് നമ്പർ 1 പൊസിഷൻ ആക്കി തൽക്കാലം നമ്പർ 1 പൊസിഷൻ ആക്കി എടുക്കാൻ നമ്പർ 2ലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. ഈ കേസിൽ 1 2 3 പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. ഫോർ ദിസ് കോമ്പൗണ്ട് ആൻഡ് ദിസ് കോമ്പൗണ്ട് ആർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക. ഇതാണ് ക്ലമൻസൺ റിഡക്ഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, 5ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള റിയാക്ഷനാണ്, ദാറ്റ് ഈസ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. അപ്പോൾ 5 റിഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, 5ാമത്തെ റിഡക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അത് പറഞ്ഞ കാര്യമാണ്, വെൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഈസ് റെഡ്യൂസ്ഡ് വിത്ത് ഒന്നുകിൽ ഹൈഡ്രസീൻ NH2 NH2, അല്ലെങ്കിൽ ഹൈഡ്രോക്സിലമീൻ ദാറ്റ് ഈസ് NH2OH, അല്ലെങ്കിൽ ഫിനൈൽ ഹൈഡ്രസീൻ PH NH NH2. ഇതിൽ ഏതായാലും കുഴപ്പമില്ല. ഗ്ലൈക്കോൾ ആൻഡ് KOH, അതായത് ഹൈഡ്രസീൻ ഗ്ലൈക്കോൾ ആൻഡ് KOH നിങ്ങൾ +2 ക്ലാസ്സുകളൊക്കെ അതാ പഠിച്ചിട്ടില്ല. അത് മാത്രമല്ല ഇവന്മാരോ അതായത് ഹൈഡ്രസീന് പകരം ഇതോ ഉണ്ടായാലും കെമിക്കൽ റിയാക്ഷൻ നടക്കും, മനസ്സിലാക്കി വെക്കാം. KOH നേരത്തെ പറഞ്ഞ പോലെ തന്നെ CO ഗ്രൂപ്പ് വിൽ ബി റെഡ്യൂസ്ഡ് ടു CH2 ഗ്രൂപ്പ്. നേരത്തെ ക്ലമൻസൺ റിഡക്ഷൻ പറഞ്ഞല്ലോ. ക്ലമൻസൺ റിഡക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മിക്കവാറും ഇവിടെയും ബാധകമാണ്. ഒന്നുമില്ല, CO ഗ്രൂപ്പ് CH2 ഗ്രൂപ്പായിട്ട് മാറും. ക്ലമൻസണിൽ സിങ്ക് അമാൽഗം ആൻഡ് HCl ആണ്. ഇവിടെ ഹൈഡ്രസീൻ ഗ്ലൈക്കോൾ KOH ആണ് റെഡ്യൂസിങ് ഏജന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് CH3 CO CH3 ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് CH3 ദെൻ CH2 CH3 ഇത് കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് കിട്ടുക CH3 CH2 നെക്സ്റ്റ് CH3. യു വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻസ് ലഭിക്കുകയും ചെയ്യും. ഇനി ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയൊക്കെ എല്ലാം ബാധകമാണ്. അത് കൂടാതെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞ ക്ലമൻസൺ റിഡക്ഷനിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളതുകൊണ്ട് OH ഗ്രൂപ്പും Hഉം റിമൂവ് ചെയ്തിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഈ കേസിൽ യു ആർ ഗിവൺ KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് and glycol is there. Glycol, it is an alcohol, therefore it is nothing but alcoholic KOH. Alcoholic KOHന്റെ ഒരു ഫംഗ്ഷൻ അല്ലേ ഡീഹൈഡ്രോഹാലജനേഷൻ. അതായത് ഹൈഡ്രജനെയും ഹാലജനെയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് ആണിത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ തന്നിരിക്കുന്ന മോളിക്യൂളിൽ CO ഗ്രൂപ്പ് ഉണ്ട്. അത് കൂടാതെ ഹാലജൻ ആയിട്ടുള്ള ബ്രോമിനോ ക്ലോറിനോ വാട്ട് എവർ ഇറ്റ് മേ ബി ഈസ് പ്രസന്റ് ആണെങ്കിൽ
നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം, ദാറ്റ് ഈസ് ഈ BR അതേപോലെ തന്നെ ഹൈഡ്രജൻ ഇവിടുന്നോ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ട് നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ ഇത് മാറണം. ഇത് മാറിയിട്ട് യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് CH2 CH3 ആയിട്ട് മാറും. അതേപോലെ തന്നെ ഈ BR മാറിയിട്ട് ഒന്നുകിൽ ഡബിൾ ബോണ്ട് ഇവിടെ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഇവിടെ ഒറ്റയടിക്ക് വരച്ച ഒരു മോളിക്കൂൾ വരച്ചെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസാണ് കിട്ടുക. ചിലപ്പോൾ ഇവിടെ കിട്ടും, ചിലപ്പോൾ ഇവിടെ കിട്ടും. നേരെ പറഞ്ഞ പോലെ തന്നെ ആൻസേഴ്സ് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം. ഓക്കെ, ഇതുവരെ പഠിപ്പിച്ച കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ സ്വന്തമായിട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈ മോളിക്യൂൾ ഹിയർ ദർ ഇസ് C ഡബിൾ ബോണ്ട് COOH കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ശ്രദ്ധിച്ചോളേ. Zinc amalgam and HCl. What is the product? That is the X എന്ന് പറഞ്ഞ product. You have to find out it. Next one, you are given a ketones. Ketones ആണ് അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ട് ഒക്കെ ഉണ്ട്. Then NH2 glycol and COOH is given. What is the answer? You have to find out this Y. കണ്ടുപിടിക്കുക. Now you are given a benzene ring ഉണ്ട്. ഇവിടെ CH2 COCl AlCl3 അലൂമിനിയം ക്ലോറൈഡ്. ഇതൊരു ആസിഡ് ക്ലോറൈഡ് ആണ്. അലൂമിനിയം ക്ലോറൈഡ് ഉണ്ട്. യു നോ ദ റിയാക്ഷൻ ഈസ് അതന്നെ ആ റിയാക്ഷൻ. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ആയിട്ട് എ കിട്ടും. എ കിട്ടിക്കഴിഞ്ഞാൽ സിങ്ക് അമാൽഗം ആൻഡ് HCl അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്ലമൻസിൻ്റെ റിഡക്ഷനാണ്. യു വിൽ ഗെറ്റ് ബി കിട്ടും. നിങ്ങൾ എയും കണ്ടുപിടിക്കുക, ബിയും കണ്ടുപിടിക്കുക. ഇത്രയാണ് ഈ ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും ഇതിൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ വാട്സാപ്പ് മീ. ദാറ്റ് ഈസ് ഇതിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ചെക്ക് ചെയ്ത് തരും. ദാറ്റ് ഇസ് 9387849592. ഓക്കെ, താങ്ക് യു.